ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മുഖത്തെയും അതേപോലെ തന്നെ ചർമ്മത്തിലും ഒക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു റെമഡിയാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഈ പാക്ക് ഇടുവാണെങ്കിൽ അതിൻ്റേതായ ഒരു ഡിഫറൻസ് ഉണ്ടാകും. നമ്മുടെ സ്കിന്ന് കുറേ കൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് ആവശ്യം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇപ്പം നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഞാൻ ഒത്തിരി ഉരുളക്കിഴങ്ങൊന്നും എടുത്തിട്ടില്ല, ഒരു ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ പകുതി മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാനൊരു ചീരയുടെ ഒരു ലീഫാണ്, സാമ്പാർ ചീര എന്ന് പറയുന്ന ലീഫാണ്. ഇതിന് പകരമായിട്ട് മുരിങ്ങയില എടുക്കാം. അപ്പം നമ്മൾ ഈ സാമ്പാർ ചീര അല്ലെങ്കിൽ മുരിങ്ങയില കൂടി ചേർക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചർമ്മത്തിലുള്ള ടോക്സിനുകളൊക്കെ നീക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് ഈ ഒരു ഫേസ് പാക്ക്. അതുപോലെ തന്നെ എണ്ണമയമുള്ള ചർമ്മക്കാർക്ക് ഇത് ഉപയോഗിക്കുന്നത് വളരെയേറെ ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ്. മുഖക്കുരു അതുപോലെ തന്നെ മുഖക്കുരു എന്ന പാടുകളൊക്കെ പോകാനായിട്ട് നല്ലതാണ്. നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന 2 ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുക്കാനാണ് പോകുന്നത്. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാലേ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റൂ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ട് ഈ ഒരു പൊട്ടറ്റോ ഫേസ് പാക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആൻറ്റി ഏജിങ് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏജ് സ്പോട്ട് കാര്യങ്ങൾ ചുളിവുകളൊക്കെ അകറ്റാനായിട്ടും ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് 1 സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയും നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ അരിപ്പൊടി. അപ്പോൾ അരിപ്പൊടിയിലേക്കാണ് ഞാനിത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതേ ഇല്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി വരത്തക്ക വിധത്തിൽ നമുക്ക് ഈ ജ്യൂസ് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേനാണ്. ഇത് മുഖക്കുരു ഉള്ളവർക്കെല്ലാം വളരെ നല്ലതാണ് തേൻ കൂടി ആഡ് ചെയ്തിട്ട് പാക്ക് ഉണ്ടാക്കുന്നത്. നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഈ തേൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ പോകാനായിട്ട് നല്ലതാണ്. നമ്മുടെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ തേൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഡ്രൈ സ്കിൻ്റെ പ്രോബ്ലംസ് കുറയ്ക്കും. മുഖക്കുരു ഉള്ളവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഏജിങ്ങിൻ്റെ സയൻസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അങ്ങനെ നിരവധി ഗുണങ്ങളാണ് നമ്മുടെ ഈ തേൻ ഉപയോഗിക്കുന്ന വഴി നമ്മുടെ ചർമ്മത്തിന് കിട്ടുന്നത്. അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനാക്കാനും തീർച്ചയായിട്ടും സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇതേപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഉണങ്ങി വരുന്ന പരുവത്തിന് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ്. നല്ല ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഇത് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.